സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് സ്വാഗതം. ജിഷ്ണു, എന്തോ വെൽക്കം വെൽക്കം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് LSG മാച്ചിന്റെ നമ്മുടെ ഒരു അഭിപ്രായമാണ്. എനിക്ക് കുറെ പറയാനുണ്ട്, കാരണം ചെന്നൈനെ കുറെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ചോദിക്കണം, നിനക്ക് എങ്ങനെ തോന്നി ഇന്നലത്തെ മാച്ച് ആസ് എ മുംബൈ ഇന്ത്യൻ ഫാൻ? കാരണം മുംബൈ ചെന്നൈക്ക് വേണ്ടി പരമാവധി കളിക്കുന്നുണ്ട്. മുംബൈക്ക് വേണ്ടി പോലും മുംബൈ ഇത്രയും കളിച്ചിട്ടില്ല. ചെന്നൈക്ക് വേണ്ടി, ചെന്നൈനെ ഒന്ന് പ്ലേ ഓഫിൽ കയറ്റാൻ വേണ്ടി പരമാവധി മുംബൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചെന്നൈ ഇങ്ങനെ കാണിക്കുന്നതിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? ചെന്നൈ സത്യം പറഞ്ഞാൽ ഇപ്പം കേറി വന്നത് തന്നെ ഒരു യോഗമാണെന്നാണ് എന്റെ ഒരു നിഗമനം. കാര്യം ലക്ക് അല്ലേ? അതിനൊരു ടീം ഇല്ല. ടീം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ടീമുണ്ട്. പക്ഷെ ചെന്നൈയുടെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫുള്ള് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ്. അത് മാത്രമല്ല, ഇഞ്ചുറി ഒരു പ്രോബ്ലം. ഇഞ്ചുറീസ് പ്രോബ്ലം ആണ്. പിന്നെ തുടക്കം തൊട്ട് തന്നെ ഞാൻ IPL തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയുടെ ബാറ്റേഴ്സ് ഫുള്ള് റൈറ്റ് ഹാൻഡഡ് ബാറ്റേഴ്സ്. ആകെപ്പാടെ ശിവൻ ദുബെയും പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ മറ്റേ പ്രശാന്ത് വീർ, ഇവർ രണ്ടുപേരുമാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളത്. അതില് ഈ സഞ്ജു ഗേക്വാഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. അതില് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ സർഫറസ് ഖാനെ ആണെങ്കിൽ ഇവര് ഇറക്കുന്നില്ല. അത് എന്തു കാരണം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഇവര് ഇറക്കുന്നില്ല. അദ്ദേഹത്തെ ഇറക്കിയ കളികളെല്ലാം അത്യാവശ്യം നല്ലൊരു സ്കോറില് അദ്ദേഹം അടിച്ചിട്ടുകൊണ്ട് അത്യാവശ്യം നല്ല ഫീൽഡിങ്ങുമാണ്. പക്ഷെ ശിവൻ ദുബെയുടെ ഫീൽഡിങ് മോശമായതുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്ത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു കളി ചെന്നൈ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാര് ശരിക്കും പറഞ്ഞ ഫോമിലല്ല. ഇപ്പൊ സഞ്ജു ഫോമിലാണെന്ന് പറയുമ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് സഞ്ജു എത്തിയിട്ടില്ല. ഋതുരാജ് ഗേക്കോ അത് പിന്നെ പറയണ്ട, കാരണം പവർ പ്ലേ ശരിക്കും മിസ്യൂസ് ചെയ്യണവര്. പവർ പ്ലേ, നല്ലൊരു പവർ പ്ലേ കിട്ടുന്നില്ല. ചെന്നൈയുടെ IPL തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുംബൈ ഇന്ത്യൻ ഫാൻ ആണെങ്കിൽ പോലും ചെന്നൈയുടെ തുടക്കം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, സഞ്ജുവിന്റെ കൂടെ സത്യം പറഞ്ഞ ഓപ്പണിംഗ് ഇറങ്ങേണ്ടത് ആയുഷ് മത്രയും സഞ്ജുവും കൂടെ ഓപ്പണിംഗ് ഇറങ്ങണം. 1 down ആയിട്ട് ഋതുരാജിനെ ഇറക്കണമെന്ന് ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യമാണ്. കാര്യം ഋതുരാജിന്റെ ഓപ്പണിംഗ് തന്നെ അറിയാം, അത്യാവശ്യം വലിയ സ്കോർ എത്തുന്നില്ല. അപ്പൊ മുംബൈയെ സംബന്ധിച്ചോളം മുംബൈയുടെ ഒരു 5-6 കളി സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ ഇല്ലായിരുന്നു. രോഹിത് ശർമ്മ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഈ പകരം വന്ന ആൾക്കാർ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഡീകോക്ക് റിക്കട്ടൻ വന്നപ്പോഴാണ് ആക്കുന്നത്. പക്ഷേ ബാക്കി 2 ഫോറിൻ പ്ലേയേഴ്സിന് ഓൾറൗണ്ടർ അല്ലെങ്കിൽ ബോളർ